ലോകത്തിലെ ഏറ്റവും വലിയ കുടിയിറക്കവും മാനുഷിക പ്രതിസന്ധിയും നേരിടുന്ന രാജ്യമാണ് ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോ. രാജ്യത്തെ തുടർച്ചയായ ആക്രമണവും അസ്ഥിരതയും ദശലക്ഷക്കണക്കിന് ആളുകളെയാണ് വീട് വിട്ട് ഓടിപ്പോകാൻ നിർബന്ധിതരാക്കിയത്. കൂടാതെ ആക്രമണത്തിൽ സമീപ മാസങ്ങളിൽ കുറഞ്ഞത് 7000 പേർ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ഈ വർഷത്തെ ആക്രമണത്തിന് പ്രധാനമായും നേതൃത്വം നൽകിയത് സായുധ ഗ്രൂപ്പുകളാണ്. പ്രത്യേകിച്ചും കിഴക്കൻ DRCയിൽ ആക്രമണം ശക്തമാക്കിയത് M23 വിമതരാണ്. ജനുവരിയിൽ ധാതുസമ്പന്നമായ നോർത്ത് കിവു പ്രവിശ്യയുടെ തലസ്ഥാനമായ ഗോമയുടെ നിയന്ത്രണം M23 പിടിച്ചെടുക്കുകയുണ്ടായി. ഫെബ്രുവരിയിൽ അയൽ രാജ്യമായ സൗത്ത് കിവുവിന്റെ തലസ്ഥാനമായ ബുക്കാവോയും പിടിച്ചെടുത്തു. അതിനുശേഷം അവർ പടിഞ്ഞാറോട്ട് മുന്നേറുന്നത് തുടർന്നു. ടുട്സി വംശീയ വിഭാഗത്തിൽ നിന്നുള്ള മുൻ കോങ്കോ സൈനികരാണ് 2012 M23 വിമത ഗ്രൂപ്പ് രൂപീകരിച്ചത്. 2009 കോങ്കോ സൈന്യത്തിൽ തങ്ങളുടെ പോരാളികളെ കൂട്ടിച്ചേർക്കാൻ ലക്ഷ്യമിട്ട് DRC സർക്കാരും നാഷണൽ കോൺഫറൻസ് ഫോർ ദി ഡിഫൻസ് ഓഫ് ദി പീപ്പിൾസും തമ്മിൽ സമാധാന കരാറുകൾ ഒപ്പുവെച്ചിരുന്നു. മാർച്ച് 23-നായിരുന്നു അത്. ആ തീയതിയെ പരാമർശിച്ചുകൊണ്ടാണ് പ്രസ്ഥാനം M23 എന്ന പേര് സ്വീകരിച്ചത്. എന്നാൽ കരാർ പൂർണ്ണമായും നടപ്പാക്കുന്നതിൽ സർക്കാർ പരാജയപ്പെട്ടുവെന്ന് M23 പിന്നീട് ആരോപിച്ചു. ഇത് അവരുടെ കലാപത്തിലേക്ക് നയിച്ചു. 2012 നവംബറിൽ M23 ഗോമയുടെ നിയന്ത്രണം പിടിച്ചെടുത്തു. പക്ഷേ 2013 അവർ പരാജയപ്പെടുകയും നാടുകടത്തപ്പെടുകയും ചെയ്തു. ഏകദേശം ഒരു ദശാബ്ദക്കാലത്തെ നിഷ്ക്രിയത്വത്തിനു ശേഷം 2021 അവസാനത്തോടെ സംഘം വീണ്ടും ഉയർന്നു വന്നു. അതിനുശേഷം കിഴക്കൻ DRCയിൽ സൈനിക പ്രവർത്തനങ്ങൾ ശക്തമാക്കി. റുവാണ്ട സൈന്യവും ആയുധം നൽകി M23യെ പിന്തുണയ്ക്കുന്നുണ്ട് എന്നാണ് ഐക്യരാഷ്ട്രസഭ വിദഗ്ധരും അഭിപ്രായപ്പെടുന്നത്. 2024 ഡിസംബറിൽ DRCയുടെയും റുവാണ്ടയുടെയും പ്രസിഡന്റുമാർ തമ്മിൽ അങ്കോളയിൽ നടക്കാനിരുന്ന സമാധാന ചർച്ചകൾ M23നെ കുറിച്ചുള്ള അഭിപ്രായ വ്യത്യാസങ്ങളെ തുടർന്ന് റദ്ദാക്കിയിരുന്നു. പിന്നാലെ സംഘർഷം രൂക്ഷമാവുകയായിരുന്നു. DRCയും M23യും തമ്മിൽ നേരിട്ടുള്ള സംഭാഷണത്തിന് റുവാണ്ട നിർബന്ധിച്ചിരുന്നു. എന്നാൽ അക്കാലത്ത് കോങ്കോ സർക്കാർ അത് നിരസിക്കുകയാണ് ഉണ്ടായത്. ഒരു ദശാബ്ദകാലമോ അതിലധികമോ സമയത്തിനിടയിലെ ഏറ്റവും മോശമായ സംഘർഷത്തിൽ M23 പോരാളികൾ കിഴക്കൻ DRCയിലെ ഏറ്റവും വലിയ നഗരമായ ഗോമയുടെ നിയന്ത്രണം ഏറ്റെടുത്തു. റുവാണ്ടൻ അതിർത്തിക്കടുത്തുള്ള ഒരു നിർണായക മാനുഷിക കേന്ദ്രമാണിത്. 2 ദശലക്ഷത്തിലധികം ആളുകൾ ഇവിടെ താമസിക്കുന്നു. വിമതർ ഇതുവരെ എത്തിയിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും പടിഞ്ഞാറൻ ഭാഗമായ നോർത്ത് കിവുവിലെ വാലിക്കെയിൽ ഖനന കേന്ദ്രം പിടിച്ചെടുത്തു. DRCയിൽ നിന്നും റുവാണ്ടയിൽ നിന്നുമുള്ള വെടിനിർത്തൽ ആഹ്വാനങ്ങൾ നിരസിച്ചു. സമാധാന സൂചനയായി പട്ടണത്തിൽ നിന്ന് പിന്മാറുമെന്ന് അവർ പിന്നീട് പറഞ്ഞു. രാജ്യത്തിന്റെ കിഴക്കൻ ഭാഗത്തുള്ള വടക്കൻ തെക്കൻ കിവു പ്രവിശ്യകളിലെ 3.8 ദശലക്ഷം പേർ ഉൾപ്പെടെ 7 ദശലക്ഷത്തിലധികം ആളുകൾ കുടിയിറക്കപ്പെട്ടു. 2024 നവംബർ മുതൽ 2025 ജനുവരി വരെ മാത്രം ഏകദേശം 7,80,000 ആളുകൾക്ക് വീടുകൾ വിട്ട് പലായനം ചെയ്യേണ്ടി വന്നു. ഐക്യരാഷ്ട്രസഭയുടെ അഭയാർത്ഥി ഏജൻസിയുടെ കണക്കനുസരിച്ച് ജനുവരി 1 മുതൽ 1 ലക്ഷത്തിലധികം അഭയാർത്ഥികൾ അയൽ രാജ്യങ്ങളിലേക്ക് കടന്നിട്ടുണ്ട്. അതിൽ 69,000 പേർ ബുറുണ്ടിയിലും 29,000 പേർ ഉഗാണ്ടയിലും ഏകദേശം 1000 പേർ റുവാണ്ടയിലും ടാൻസാനിയയിലും അഭയം തേടി. ലോകമെമ്പാടുമുള്ള ഏറ്റവും വലിയ കുടിയിറക്കപ്പെട്ട ജനസംഖ്യയുള്ള പ്രദേശങ്ങളിൽ ഒന്നാണ് DRC. രാജ്യത്തിന്റെ 1/4 ഭാഗവും ഭക്ഷ്യക്ഷാമം നേരിടുന്നു. ഒരു പ്രധാന മാനുഷിക കേന്ദ്രമായ ഗോമയിലെ സുരക്ഷാസ്ഥിതി വളരെ അസ്ഥിരമായി തുടരുന്നു. അടിയന്തര ആവശ്യമുള്ളവർക്ക് സഹായം എത്തിക്കുന്നതിന് നിയന്ത്രണങ്ങൾ തടസ്സമാകുന്നു. DRCയിൽ ഏകദേശം 112 ദശലക്ഷം ജനസംഖ്യയുണ്ട്. ഏറ്റവും പുതിയ സംഘർഷം രൂക്ഷമാകുന്നതിന് മുൻപ് രാജ്യത്തുടനീളമുള്ള 21 ദശലക്ഷം ആളുകൾക്ക് ഇതിനകം തന്നെ മാനുഷിക സഹായം ആവശ്യമായിരുന്നു. ഐക്യരാഷ്ട്രസഭയുടെ ഓഫീസ് ഫോർ ദി കോർഡിനേഷൻ ഓഫ് ഹ്യൂമാനിറ്റേറിയൻ അഫയേഴ്സ് പ്രകാരം ആഗോളതലത്തിൽ ഏറ്റവും ഉയർന്ന കണക്കാണിത്. 2024 അവസാനത്തോടെ സായുധ സംഘടനകൾ വർദ്ധിച്ചു വരുന്ന ഭക്ഷ്യവിലകൾ, പകർച്ചവ്യാധികൾ എന്നിവ 25.6 ദശലക്ഷം ആളുകളെ, അതായത് ജനസംഖ്യയുടെ ഏകദേശം 1/4 പേരെ കടുത്ത ഭക്ഷ്യ അരക്ഷിതാവസ്ഥയിലേക്ക് തള്ളിവിട്ടു. OCHAയുടെ കണക്കനുസരിച്ച് ഏറ്റവും പുതിയ സംഘർഷം രൂക്ഷമാകുന്നതിന് മുൻപ് തന്നെ നോർത്ത് കിവു, സൗത്ത് കിവു, ഇറ്റൂരി എന്നിവിടങ്ങളിലെ 2.7 ദശലക്ഷം ആളുകൾ കടുത്ത ഭക്ഷ്യക്ഷാമം നേരിടുകയായിരുന്നു. മാനുഷിക അടിസ്ഥാന സൗകര്യങ്ങളും
വെയർഹൌസുകളും കൊള്ളയടിക്കപ്പെട്ടത് ദുരിതാശ്വാസ പ്രവർത്തനങ്ങളെ കൂടുതൽ തളർത്തി. മാനുഷിക സംഘടനകൾക്കെതിരെ ലക്ഷ്യമിട്ടുള്ള ആക്രമണങ്ങളിൽ വലിയ അളവിൽ ഭക്ഷണം, മരുന്ന്, മെഡിക്കൽ സാധനങ്ങൾ എന്നിവയും നഷ്ടപ്പെട്ടു.